നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം. ഇന്ത്യൻ സ്കൂളുകളൊക്കെ തന്നെ ഇന്ന് തുറന്നിരിക്കുകയാണ്. കുട്ടികളൊക്കെ തന്നെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടാകണം. അവധിയെല്ലാം കഴിഞ്ഞു ദീർഘനാളത്തെ അവധിക്കൊക്കെ ശേഷം എല്ലാവരും സജീവമായി തന്നെ സാധാരണഗതിയിലല്ലേ എത്തിച്ച് വളരെ ബിസി ആയിട്ടുള്ള ഒരു ദിവസത്തിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി വാർത്തകൾ ഇന്നുമുണ്ട്. പ്രധാന വാർത്തകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ വാർത്ത അബുദാബിയിൽ നിന്നാണ്. ജൂത പുരോഹിതനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർക്ക് വധശിക്ഷ. ജൂത പുരോഹിതനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിലാണ് 3 പ്രതികൾക്ക് അബുദാബി ഫെഡറൽ കോടതിയാണ് വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. 4ാം പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചത്. കഴിഞ്ഞ നവംബറിലാണ് മാൾദോവൻ ഇസ്രായേൽ പൗരത്വമുള്ള ജൂത റബ്ബി സാവി കോഗൻ കൊല്ലപ്പെട്ടത്. ആ ന്യൂസ് നമ്മളെല്ലാം കൊടുത്തിരുന്നു. അപ്പൊ അത് കാണാനില്ല എന്നുള്ള ന്യൂസ് കൊടുത്തിരുന്നു. പിന്നീടാണ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നത്. അപ്പൊ അബുദാബി ഫെഡറൽ കോടതിയുടെ രാജ്യസുരക്ഷാ വിഭാഗമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. പ്രധാന പ്രതികളിൽ 3 പേരും ഉസ്ബെക്ക് പൗരന്മാരാണ്. കൊലപാതകത്തിന് ശേഷം രാജ്യം വിട്ടിരുന്നു ഇവർ. ഇവരെ തുർക്കിയിൽ നിന്നാണ് പിന്നീട് പിടികൂടിയിട്ട് UAE-യിലേക്ക് എത്തിച്ചത്. കൊലപാതകത്തിന് സഹായം ചെയ്തു എന്ന കുറ്റത്തിനാണ് 4ാം പ്രതിക്ക് കോടതി ജീവപര്യന്തം തടവ് വിധിച്ചിട്ടുള്ളത്. കൊലപാതകം ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് വിലയിരുത്തിയാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. വിധിക്കെതിരെ പ്രതികൾക്ക് ഫെഡറൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ അവസരം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ആ വാർത്ത മറ്റു പൗരന്മാരാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വാർത്തയിലും പറഞ്ഞിരുന്നു, സ്വന്തം പൗരന്മാരല്ലെങ്കിൽ തന്നെ ആ നാട്ടിൽ വെച്ചിട്ട് ഒരു കൊലപാതകം നടക്കുകയും തട്ടിക്കൊണ്ടുപോവുകയാണ് ആദ്യം ചെയ്തത്. അതിനുശേഷമാണ് വധശിക്ഷയായിട്ട് അത് മാറിയത്. അപ്പോൾ സ്വന്തം രാജ്യത്ത് അല്ലെങ്കിൽ തന്നെയും സ്വന്തം രാജ്യത്തെ പൗരനല്ലെങ്കിൽ പോലും ആ രാജ്യത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് വധശിക്ഷ തന്നെയാണ്. മാത്രമല്ല വളരെ മൃഗീയമായി ദയനീയമായുള്ള ഒരു കൊലപാതകമാണ് നടത്തിയിരുന്നത്. കണ്ണ് ചൂഴ്ന്നിടത്തൊക്കെ തന്നെ നമ്മൾ ആ ഇടയിൽ നമ്മളത് വായിച്ചിരുന്നു. അത്രയും ഭയാനകത്തോടു കൂടിയായിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏറ്റവും കൂടുതൽ രൂക്ഷമായിരുന്ന മൂർധന്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അന്ന് ഉണ്ടായത്. പക്ഷെ നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പൊടുന്നനെയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ നടത്താനും ഈ വധശിക്ഷ നടപ്പിലാക്കാനുള്ള സമയം ഉടൻ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വലിച്ചിഴച്ച് നീട്ടി വിചാരണ കാത്തുകിടക്കൽ അങ്ങനെയൊന്നുമില്ല. ഉടനടി വധശിക്ഷ. അതെ, തീർച്ചയായിട്ടും മറ്റൊരു വാർത്തയും സമാനമായ രീതിയിലാണ്. UAE-യിൽ 40-കാരനെ വധശിക്ഷയ്ക്ക് വിധിച്ച റാഖ് കോടതി. ഗർഭിണിയായ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തി വർഷങ്ങൾക്ക് ശേഷം 2ാം ഭാര്യയെയും കൊലപ്പെടുത്തിയ കൊമോറിയൻ പൗരനെയാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. എന്നാൽ ഇയാൾക്ക് മാനസിക രോഗം ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ നൽകിയ അപ്പീല് പരിഗണിച്ച് കോടതി മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ആദ്യ കൊലപാതകം നടന്നത് 2010-ലാണ്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയത്. അവർ കൊലപ്പെടുമ്പോൾ ഗർഭിണി കൂടി ആയിരുന്നു. പ്രതിക്കെതിരെ കോടതി വധശിക്ഷയ്ക്ക് ഉത്തരവിട്ടിരുന്നുവെങ്കിലുമാണ് പിന്നീട് ഭാര്യയുടെ കുടുംബവുമായി ദിയാധനം ഒത്തുതീർപ്പ് നടത്തി വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയായിരുന്നു. പൊതുനിയമം ലംഘിച്ചതിന് 5 വർഷത്തെ തടവിന് ശേഷം ഇയാളെ വിട്ടയക്കുകയുണ്ടായി. ശേഷം രണ്ടാമത് മറ്റൊരു അറബ് സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇതിൽ ഇരുവർക്കും ഒരു മകൾ കൂടി ഉണ്ടായി. എന്നാൽ പിരിമുറുക്കവും ഇടയ്ക്കിടെയുള്ള വേർപിരിയലുകളും നിറഞ്ഞതായിരുന്നു ഈ ദാമ്പത്യവും. ഇതേ തുടർന്ന് പലപ്പോഴും പ്രതി ദീർഘനാളുകളോളം വീട് വിട്ട് കഴിയുകയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടെ ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധം ആരംഭിക്കുകയും ചെയ്തു. കാമുകനും ഒപ്പമുള്ള നിമിഷങ്ങളിൽ ഭാര്യ 7 വയസ്സുകാരിയായ മകളെ മറ്റൊരു മുറിയിലോ അലമാരയിലോ ഒക്കെ തന്നെ പൂട്ടിയിടുന്നത് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പൂട്ടിയിട്ടതായൊക്കെ തന്നെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കൊലപാതകം നടത്തിയതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇയാൾക്ക് മാനസികമായി തന്നെ വെല്ലുവിളി ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇയാളെ ഇപ്പോൾ തൽക്കാലം ഇത്തരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും 40-കാരനാണ് ഇയാൾ. വധശിക്ഷയിൽ നിന്നുമാണ് ഇങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നത്. ആദ്യ ഭാര്യയും വീണ്ടും 2ാമത് ഭാര്യയും 2 പേരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ന്യൂസ് വരുന്നത് ബർദുബായിലെ ദുബായ് ഐലൻഡ്സുമായി ബന്ധിപ്പിക്കാനും പ്രദേശത്തെ ഗതാഗതം സുഗമമാക്കാനുമായി ദുബായ് ക്രീക്കിന് മുകളിലൂടെ 1.425 കിലോമീറ്റർ നീളത്തിൽ പാലം നിർമ്മിക്കും എന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അധികൃതർ അറിയിച്ചു. പാലത്തിനായി ദുബായ് ഹോൾഡിംഗിന് 78.6 കോടി ദിർഹത്തിന്റെ കരാർ നൽകിയിട്ടുണ്ടായിരുന്നു. ഇരുദിശകളിലും 4 വരികളിലുള്ള പാലത്തിലൂടെയാണ് മണിക്കൂറിൽ 16,000 വാഹനങ്ങൾ ഈ പാലത്തിലൂടെ കടന്നു പോകാനാകുമെന്ന് പറയുന്നു. ഇൻഫിനിറ്റി പാലത്തിനും പോർട്ട് റാഷിദ് വികസന മേഖലയ്ക്കും ഇടയിലായി ക്രീക്കിൽ നിന്ന് 18.5 മീറ്റർ ഉയരത്തിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. സമുദ്ര ഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. പാലത്തിന്റെ ഇരുവശങ്ങളിലും കാൽനടയ്ക്കുള്ളതും സൈക്ലിങ്ങിനുള്ളതായ പാതകൾ ഉണ്ടായിരിക്കും. ബർദുബായ്, ദുബായ് ദ്വീപുകൾ എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി 2 കിലോമീറ്റർ നീളത്തിൽ റോഡുകളും നിർമ്മിക്കുന്നുണ്ട്. 13 കിലോമീറ്റർ നീളമുള്ളതും 15 ഇന്റർസെക്ഷനുകൾ ഉള്ളതുമായ അൽ ഷിൻഡഗ കോറിഡോർ വികസന പദ്ധതികളിൽ ഉൾപ്പെടുന്ന പ്രധാന പാലമാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത്.
ദേര ബർദുബായ് ദുബായ് ദ്വീപുകൾ, ദേര വാട്ടർ ഫ്രണ്ട്, ദുബായ് മാരിടൈം സിറ്റി, റഷീദ് തുറമുഖം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലേക്ക് ഈ വികസന പദ്ധതി പ്രയോജനപ്പെടും. ഏകദേശം 10 ലക്ഷം പേർക്ക് പദ്ധതിയിൽ നിന്ന് പ്രയോജനം ലഭിക്കുമെന്നാണ് RTA ചെയർമാൻ മത്തർ അൽ തായർ പറയുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ യാത്രാ സമയം 104 മിനിറ്റ് ആണ്. ഇതുവരെ ഇപ്പോൾ ഉള്ള യാത്രാ സമയം 104 മിനിറ്റ് ആണ്. അത് വെറും 16 മിനിറ്റ് ആയി കുറയും. എത്രമാത്രം ഒരു വ്യത്യാസം വരും. 20 വർഷത്തിനകം ഏകദേശം 4500 കോടി ദിർഹം ലാഭിക്കാനാകും ഈ പാലത്തിൽ കൂടെ എന്നും പറയുന്നു. അപ്പോൾ വളരെ വലിയ ഒരു ഡെവലപ്മെന്റ് പദ്ധതി തന്നെയാണ് അവിടെ നടക്കുന്നത്. അതായത് പിന്നീട് അവിടെ ഉണ്ടാകുന്ന ഈ ഒരു പാലം വന്നു കഴിയുമ്പോൾ പിന്നീട് അവിടെയുള്ള മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന സമയത്തിന്റെ വ്യത്യാസം തന്നെ ഭയങ്കര വലിയ മാറ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ 2 നടപ്പാതയും സൈക്ലിങ്ങിനുള്ള പാതയും എല്ലാം വെച്ച് വളരെ ഏറ്റവും ആധുനികമായ രീതിയിൽ തന്നെയാണ് പാലം പണിതിട്ടുള്ളത്. തീർച്ചയായും ആ പാലമൊക്കെ തന്നെ ഉടനെ തന്നെ വരട്ടെ. ഏതൊരു വികസനവും ഓരോ രാജ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾക്കും അതൊരു വലിയ താങ്ങും തണലുമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. മയക്കുമരുന്ന് കടത്തിയതിന് സൗദി അറേബ്യയിൽ ഇന്ത്യക്കാരന് വധശിക്ഷ നൽകി. രാജ്യത്തിന്റെ കിഴക്കൻ പ്രവിശ്യയിൽ ഞായറാഴ്ചയായിരുന്നു സംഭവം. ഇന്ത്യക്കാരന് വധശിക്ഷ നൽകിയ കാര്യം സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് സ്ഥിരീകരിച്ചത്. സുഖ്ജിദാർ സിംഗ് എന്നയാളെ ഹെറോയിൻ കടത്തു കേസുമായി ബന്ധപ്പെട്ട കുറ്റത്തിനാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. കേസിൽ പോലീസ് പിടിയിലായ പ്രതിക്കെതിരെ കുറ്റം തെളിഞ്ഞിരുന്നതിനെ തുടർന്നാണ് കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നത്. പ്രതിയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളുകയായിരുന്നു. കീഴ്ക്കോടതി വിധി ശരിവെക്കുകയായിരുന്നു സുപ്രീം കോടതി. വിധി നടപ്പാക്കാൻ സൗദി റോയൽ കോർട്ട് ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ശരീഅത്ത് നിയമപ്രകാരം ശിക്ഷ നടപ്പാക്കിയത്. എന്തായാലും ഇന്ത്യക്കാർക്ക് വധശിക്ഷ നൽകിയിരിക്കുന്ന വാർത്ത വരുന്നു. ഇങ്ങനെ ഒരു സൗദി അറേബ്യ, അത് കാരണം ഇങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന ഇപ്പോൾ ഉണ്ടാവുന്ന ഈ ക്രിമിനൽ ഈ സംഭവ വികാസങ്ങൾക്കൊക്കെ ഒരു തടയിടാനുള്ള സാധ്യത ഉണ്ടാകും. കാരണം നമ്മൾ ഹെയ്റ്റ് ക്യാമ്പയിനും ലഹരിക്ക് നോ ടു ലഹരി അല്ലെങ്കിൽ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ക്യാമ്പയിനൊക്കെ തുടങ്ങിയിട്ട് കാര്യമില്ല. ഇത്തരം നടപടികൾ ഇങ്ങനെ തുടങ്ങണം എന്നുള്ള അതും ഏറ്റവും മറ്റൊരു നാണക്കേട് നമ്മൾ ഇന്ത്യക്കാരനെ തന്നെയാണ് വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ നാണക്കേട് എന്ന് പറയുന്നത്. ഇന്ത്യയിലാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്തത്. തീർച്ചയായിട്ടും ഇന്ത്യയെ പോലെ അല്ല സൗദി എന്ന് ഇപ്പം ബോധ്യമായി. അടുത്തത് ഏപ്രിൽ 22 മുതൽ വീണ്ടും ഒരു ഗതാഗത വാർത്ത തന്നെയാണ്. ഏപ്രിൽ 22 മുതൽ പുതിയ ഗതാഗത നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് 3 ആഴ്ചയിൽ താഴെ മാത്രമാണ് ഉള്ളത്. ജനറൽ ട്രാഫിക് വകുപ്പ് നിരവധി നിയമലംഘനങ്ങൾ, ജുവനൈൽ അറസ്റ്റുകൾ, അപകടങ്ങൾ എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ച് 29നും ഏപ്രിൽ 4നും ഇടയിൽ ആകെ 54,894 ഗതാഗത നിയമ ലംഘനങ്ങൾ പുറപ്പെടുവിച്ചു. വാഹനം ഓടിച്ചതിന് 87 കുട്ടികളെ അറസ്റ്റ് ചെയ്തു. 1387 ഗതാഗത അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഓപ്പറേഷൻ സെക്ടറിന്റെ അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസഫ് അൽ ഖുദയുടെ നേതൃത്വത്തിലും ബ്രിഗേഡിയർ ജമാൽ അൽ ഫൗദരിയുടെ ഫീൽഡ് മേൽനോട്ടത്തിലും ജനറൽ ട്രാഫിക് വകുപ്പ് നടത്തിയ തുടർച്ചയായ ഗതാഗത ക്യാമ്പയിനുകളുടെ ഫലങ്ങളായിട്ടാണ് ഈ വിവര കണക്കുകളെല്ലാം പ്രതിഫലിപ്പിക്കുന്നത്. റെസിഡൻസി ലംഘനങ്ങൾ, ഹാജരാകാതിരിക്കൽ, അധികാരികൾ അന്വേഷിക്കുന്ന അവസ്ഥ എന്നിവയ്ക്ക് 42 പേരെ അറസ്റ്റ് ചെയ്യാൻ ക്യാമ്പയിന് കഴിഞ്ഞു. അറസ്റ്റിലായവർ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചതിന് 12 പ്രവാസികളും 21 ജുവനൈൽ വ്യക്തികളും ഹാജരാകാത്ത 6 പ്രവാസികളും ഉണ്ട്. ഇത്രയും പേർക്കാണ് ഇങ്ങനെ കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇനി ബിഗ് ടിക്കറ്റിന്റെ ഒരു വാർത്തയാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട്, ഈ ബിഗ് ടിക്കറ്റ് ഒക്കെ തന്നെ അർഹമായ കരങ്ങളിൽ എത്തട്ടെ, കഷ്ടപ്പെടുന്നവന്റെ കൈകളിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ തൊഴിലാളികൾക്ക് ബിഗ് ടിക്കറ്റ് ലഭിച്ചിരിക്കുകയാണ്. ഒമാൻ ഒയാസിസ് വാട്ടർ കമ്പനിയിലെ 21 തൊഴിലാളികൾ ചേർന്നെടുത്ത ടിക്കറ്റിനാണ് ഇപ്രാവശ്യം അബുദാബി ബിഗ് ടിക്കറ്റിന്റെ 1ാം സമ്മാനമായി 33 കോടി ഇന്ത്യൻ രൂപ ലഭിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സ്വദേശിയായ AC ടെക്നീഷ്യൻ രാജേഷിന്റെ നേതൃത്വത്തിൽ എടുത്ത ടിക്കറ്റിനാണ് 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. എല്ലാവരും കമ്പനിയിലെ സാധാരണ തൊഴിലാളികളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ലഭ്യമാകുന്ന തുക 21ആയി തുല്യമായി ഭാഗിക്കുകയാണ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും ചെലവ് കഴിഞ്ഞ ഏകദേശം 1.5 കോടിയിലധികം രൂപ വീതം കിട്ടുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ 6 വർഷമായി ഇവർ ടിക്കറ്റ് എടുത്ത് വരുന്നുണ്ട്. 21 പേരിൽ 13 പേർ മലയാളികളാണ്. ഒരു പഞ്ചാബിയും ഒരു തമിഴ്നാട്ടുകാരനും 2 കർണാടകയും 2 UP-കാരനുമാണ് ഉള്ളത്. 2 പേർ പാകിസ്ഥാനികളാണ് എന്നതുകൂടിയാണ്. എന്തായാലും ഈ കിട്ടുന്ന കോടികളിൽ, അതായത് 21 പേരിൽ 13 പേര് മലയാളികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് സ്വദേശിയുടെ നേതൃത്വത്തിലാണ് ഈ ടിക്കറ്റ് എടുത്തിട്ട്, പട്ടാമ്പി സ്വദേശിയുടെ നേതൃത്വത്തിൽ. അപ്പോ തീർച്ചയായും നമുക്കറിയാം ഈ വലിയ ഏകദേശം 1.5 കോടിക്ക് അടുത്ത് രൂപ ഇവരുടെ കയ്യിൽ കിട്ടുമെന്നുള്ളതാണ്. 33 കോടി രൂപയാണ് ഇവർക്ക് സമ്മാന തുകയായി ആകെ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 33, ചിലപ്പോൾ ചിലർക്ക് തോന്നിയിരിക്കാം
ഒറ്റയ്ക്ക് എടുത്തിരുന്നെങ്കിൽ 33 കോടിയും എനിക്ക് കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ ചിലപ്പോ തോന്നിയിരിക്കാം. എന്തായാലും കിട്ടിയല്ലോ 1.5 കോടിയെങ്കിൽ 1.5 കോടി 1.5 കോടി നല്ല തുകയാണ്. തീർച്ചയായും എത്ര നാൾ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ ഇത്രയും ഒരു വലിയ തുക നമുക്ക്. അല്ലെങ്കിലും മലയാളികൾക്ക് ഇതുപോലെ ധാരാളം ഈ ബിഗ് ടിക്കറ്റിൽ ഏറ്റവും കൂടുതൽ നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. മലയാളികൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും. അതായത് ഇത് കേൾക്കുന്ന, അതായത് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഈ ലോട്ടറി എടുക്കുക എന്നുള്ളത് ഒരു ശീലമാണ്. അതൊരു ദുശീലവുമാണ്, എന്നാൽ നല്ല ശീലവുമാണ്. അതിനുവേണ്ടി നിരവധി ആളുകൾ ജീവൻ ത്യജിച്ച ആളുകൾ നമുക്ക് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അർഹതപ്പെട്ട കരങ്ങളിൽ തന്നെ ലഭിക്കട്ടെ. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും നിരവധി വാർത്തകൾ ഇനിയുമുണ്ട്. ഏതായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തന്നെ ഇത് തന്നെയാണ്. സ്കൂൾ തുറന്നിരിക്കുകയാണ്. വീണ്ടും പഴയ പോലെ തന്നെ അധ്യയന വർഷം പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകുന്ന ഒക്കെ തന്നെ ഒരു മാറ്റങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ തന്നെ PDF ആയി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് ക്ലാസ്സുകൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തതിൽ ഇനി ഒരാഴ്ച കഴിഞ്ഞ ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകൾ വരിക എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും നമസ്കാരം.